അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ഹർത്താൽ ശക്തം. പത്തനംതിട്ട അടൂരിൽ KSRTC സ്റ്റാൻഡിന് മുൻപിലായി പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ സമരക്കാർ തടഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ രോഗിയെയാണ് തടഞ്ഞത്. ഹർത്താൽ അനുകൂലികൾ തിരുവനന്തപുരം തമ്പാനൂർ നെടുമങ്ങാട് കഴക്കൂട്ടം കണിയാപുരം ഭാഗത്ത് KSRTC ബസ്സുകൾ തടഞ്ഞു. കാട്ടാക്കടയിൽ കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. കാട്ടാക്കടയിൽ പെട്രോൾ പമ്പ് അടപ്പിച്ചു. ഇടുക്കി ജില്ലയിലും പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ കടത്തിവിടുന്നുമുണ്ട്. തിരുവനന്തപുരത്തും കണ്ണൂർ പഴയങ്ങാടിയിലും വാഹനങ്ങൾ തടഞ്ഞു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല നിയമം നടപ്പിലാക്കുക, നിതിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കി. ഹർത്താലുമായി സഹകരിക്കില്ലെന്നും കടകൾ തുറക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. ജയ് 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 ഭീം, ജയ് 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 ഭീം, ജയ് 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 ഭീം, ജയ് 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 ഭീം. ഞങ്ങളുടെ ഓമന നേതാക്കൾ കാക്കിക്കുള്ളിൽ പിണറായിയെങ്കിൽ പോലീസ്. സംസ്ഥാനമൊട്ടാകെ ഇപ്പോൾ ഹർത്താൽ വളരെ ശക്തമായി തുടരുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകൾ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ഒക്കെ ചേർന്നാണ് ഈ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും വാഹനങ്ങളൊക്കെ തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വലിയ രീതിയിൽ ശക്തമാക്കുകയാണ് ഈ ഒരു ഹർത്താൽ. പത്തനംതിട്ട അടൂരിൽ KSRTC സ്റ്റാൻഡിന് മുൻപിലായിട്ടാണ് പ്രവർത്തകർ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. എന്തായാലും പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നും ക്യാൻസർ രോഗിയെ സമരക്കാർ തടഞ്ഞു എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ രോഗിയെയാണ് ഇത്തരത്തിൽ സമരക്കാർ തടഞ്ഞിട്ടുള്ളത്. ഹർത്താൽ അനുകൂലികൾ തിരുവനന്തപുരം തമ്പാനൂരും നെടുമങ്ങാട് കഴക്കൂട്ടം കണിയാപുരം ഭാഗത്തുള്ള KSRTC ബസ്സുകളും തടഞ്ഞതായി വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയിലും പലയിടങ്ങളിൽ വാഹനങ്ങളൊക്കെ തടയുന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തും കണ്ണൂർ പഴയങ്ങാടിലും വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന പ്രധാനമായിട്ടും ഒരു ആവശ്യമാണ് ഈ ഒരു ഹർത്താൽ അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ രോഹിത് വെമുല നിയമം നടപ്പിലാക്കുന്നതിനും കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷനൊക്കെ റദ്ദാക്കുക, ഇങ്ങനെ തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഈ ഹർത്താൽ അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശങ്കരാചാര്യ സംസ്കൃത കോളേജിലെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഹർത്താലുമായി സഹകരിക്കില്ല എന്നാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഹർത്താൽ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്.